ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും. ആർക്കും പറയാനാകാത്ത വിഷമങ്ങൾ, ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ചിന്തകൾ, നിരന്തരം മനസ്സിനെ അലട്ടുന്ന ഭയം, ജീവിതം മുന്നോട്ട് പോകുമോ എന്ന ആശങ്ക. ചിലപ്പോൾ നമ്മൾ പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ തകർന്നിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ഓരോ ഹൃദയത്തിനും അല്ലാഹു നൽകിയ ഒരു അത്ഭുത ആശ്വാസമാണ് സൂറത്തുൽ അലം നശ്റഹ്. ചെറിയ സൂറത്താണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഈ സൂറത്ത് നമ്മോട് പറയുന്നത്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിന്റെ വിഷമം അല്ലാഹു കാണുന്നുണ്ട്, നിന്റെ പ്രയാസം ശാശ്വതമല്ല. ഇന്ന് നമുക്ക് ഈ സൂറത്തിൻ്റെ മനോഹരമായ അർത്ഥവും ജീവിതം മാറ്റുന്ന സന്ദേശവും മനസ്സിലാക്കാം. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ നാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ പോകും. ചിലപ്പോൾ ചില ബന്ധങ്ങൾ തകർന്നു പോകും. ചില സ്വപ്നങ്ങൾ നിൽക്കും. ചില അവസരങ്ങൾ നഷ്ടമാകും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി? പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണത്തിനും അർത്ഥമുണ്ട്. അല്ലാഹു വെറുതെ ഒരാളെയും പരീക്ഷിക്കില്ല. ചില പരീക്ഷണങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കാനായിരിക്കും. ചില വേദനകൾ നമ്മെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനായിരിക്കും. നാം കരുതുന്ന അവസാനമാണ് ചിലപ്പോൾ ഒരു പുതിയ തുടക്കമായി മാറുക. ഈ സൂറത്തിൻ്റെ ഹൃദയം എന്നത് തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലാഹു ഇത് ഒരു വട്ടമല്ല പറഞ്ഞത്, 2 പ്രാവശ്യം പറഞ്ഞു. അതെന്തിനാണ്? കാരണം മനുഷ്യൻ വിഷമത്തിലായാൽ പ്രതീക്ഷ നഷ്ടപ്പെടും. അപ്പോൾ അല്ലാഹു വീണ്ടും ഉറപ്പ് നൽകുകയാണ്, എളുപ്പം വരും എന്ന്. ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടാകാം, പക്ഷേ ഈ കരച്ചിൽ സ്ഥിരമല്ല. ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നാം, പക്ഷേ അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് വഴിയില്ലെന്ന് തോന്നാം, പക്ഷേ അല്ലാഹു വഴി തുറക്കാൻ കഴിയുന്നവനാണ്. ഒരു രാത്രി മുഴുവൻ ഇരുണ്ടാലും പുലരി വരാതിരിക്കില്ല. അതുപോലെ ഒരു പ്രയാസവും ശാശ്വതമല്ല. ഇന്നത്തെ ലോകത്തെ ഏറ്റവും കുറവുള്ളത് എന്താണ്? മനസ്സമാധാനം. പണമുണ്ടെങ്കിലും സമാധാനമില്ല. പ്രശസ്തി ഉണ്ടെങ്കിലും സന്തോഷമില്ല. എല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ ശൂന്യതയാണ്. അതിനാലാണ് ഖുർആൻ ഹൃദയത്തിന് മരുന്നാകുന്നത്. സൂറത്തുൽ അലം നശ്റഹ് വായിക്കുമ്പോൾ ഹൃദയം ലഘുവാകുന്നത് പോലെ തോന്നും. കാരണം അത് അല്ലാഹുവിൻ്റെ വാക്കുകളാണ്. അത് മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിക്കും. പലരും ഈ സൂറത്ത് 11 പ്രാവശ്യം ഓതാറുണ്ട്. പ്രത്യേകിച്ച് പ്രയാസങ്ങൾ മാറാൻ, കടബാധ്യത കുറയാൻ, മനസ്സിന് സമാധാനം ലഭിക്കാൻ, ജീവിതത്തിൽ തടസ്സങ്ങൾ മാറാൻ. പലർക്കും ഇതിലൂടെ ആത്മീയ ആശ്വാസം ലഭിച്ച അനുഭവങ്ങളുമുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എണ്ണമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയാണ്. ദുആയിലെ സത്യസന്ധതയാണ്. അല്ലാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന മനസ്സാണ്. ചിലപ്പോൾ നമ്മൾ പറയും, എത്ര ദുആ ചെയ്തു ഒന്നും നടന്നില്ല. പക്ഷേ ഒരു ദുആയും വെറുതെ ആകില്ല. അല്ലാഹു 3 രീതിയിൽ ദുആക്ക് മറുപടി നൽകും. 1. നാം ചോദിച്ചത് തന്നെ തന്നേക്കാം. 2. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നൽകാം. 3. ഒരു അപകടം മാറ്റിക്കളയാം. അതുകൊണ്ട് ദുആ നിർത്തരുത്. നിങ്ങളുടെ കണ്ണീർ അല്ലാഹു കാണുന്നുണ്ട്. രാത്രിയിലെ നിശബ്ദ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങൾ ഇതുവരെ എത്ര പ്രയാസങ്ങൾ കടന്നുപോയി. അന്ന് നിങ്ങൾ കരുതിയിരിക്കാം, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു നിങ്ങളെ കൈവിട്ടില്ല. അതിനാൽ ഇപ്പോഴുള്ള പ്രയാസവും കടന്നു പോകും. ഈ സമയവും സ്ഥിരമല്ല. ഇന്ന് നിരവധി യുവാക്കൾക്കുള്ളിൽ തകർന്നിരിക്കുകയാണ്. ഫെയിലിയർ, ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, മറ്റുള്ളവരുടെ ജീവിതം നോക്കി സ്വന്തം ജീവിതത്തെ വെറുക്കുന്ന അവസ്ഥ. പക്ഷേ അല്ലാഹു നിങ്ങളെ വെറുതെയല്ല സൃഷ്ടിച്ചത്. നിങ്ങളുടെ ജീവിതത്തിനും ഒരർത്ഥമുണ്ട്. നിങ്ങളുടെ വേദനയ്ക്കും ഒരു കാരണമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വയം വെറുക്കരുത്. പ്രതീക്ഷ കൈവിടരുത്. ഒരു വിശ്വാസി എന്തുകൊണ്ട് തകരാതെ നിൽക്കുന്നു? കാരണം അവനറിയാം, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. ലോകം മുഴുവനും എതിർത്താലും അല്ലാഹു കൂടെയുണ്ടെങ്കിൽ മനുഷ്യൻ ശക്തനാകും. പ്രശ്നങ്ങൾ വന്നാൽ ഭയപ്പെടരുത്. അത് അല്ലാഹുവിലേക്ക് തിരികെ വരാനുള്ള ക്ഷണമാകാം. ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ എത്ര വലിയ പ്രയാസത്തിലായാലും ഒരു ദിവസം നിങ്ങൾ ഈ സമയത്തെ ഓർത്ത് പറയും, അല്ലാഹു എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് നിസ്കാരം കൈവിടരുത്, ദുആ നിർത്തരുത്, ഖുർആൻ വിട്ടുകളയരുത്, അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്.
കാരണം ഓരോ പ്രയാസത്തിനു കൂടെ അല്ലാഹു ഒരെളുപ്പം വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കട്ടെ, നമ്മുടെ കണ്ണീർ സന്തോഷമാക്കി മാറ്റട്ടെ. സൂറത്തുൽ അലം നശ്ർ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകട്ടെ. ആമീൻ.